ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ വ്യക്തമായി കാണുന്ന, നിങ്ങളുടെ കാതുകൾ കൊണ്ട് നിങ്ങൾ വളരെ വൃത്തിയായി കേൾക്കുന്ന ഒരു കാര്യം ഈ ലോകത്തുള്ള മറ്റൊരാൾക്കും കാണാനോ കേൾക്കാനോ കഴിയുന്നില്ലെങ്കിൽ അത് സത്യമാണോ അതോ തെറ്റാണോ? നമ്മൾ പലരും അതിനെ പ്രേതമെന്നോ അല്ലെങ്കിൽ അതീന്ദ്രിയ ശക്തി എന്നൊക്കെയോ വിളിച്ചേക്കാം, ഭയപ്പെട്ടേക്കാം. എന്നാൽ സയൻസ് പറയുന്നത് ഇത് പ്രേതമല്ല, നമ്മുടെ സ്വന്തം തലച്ചോറ് പ്ലേ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മൈൻഡ് ഗെയിം ആണെന്നാണ്. നടി ലെന മുതൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ, അതുപോലെ ഷെർലക് ഹോംസിന്റെ സൃഷ്ടാവായിരുന്ന സർ ആർതർ കോനൻ ഡോയൽ, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ വരെ പ്രശസ്തരായ പലരും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? കേൾക്കുന്നവർ ഇതിനെ കളിയാക്കുന്നതിന് പകരം എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്? നമുക്കൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരാൾ മരിച്ചുപോയ ബന്ധുവിനെയോ സുഹൃത്തിനെയോ കണ്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മളെ നുണ പറഞ്ഞ് പറ്റിക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ തലച്ചോറിനുള്ളിൽ അത് 100% സത്യമായി തന്നെ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ സയൻസ് പറയുന്നത് ഒരാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലോ വിഷാദത്തിലോ, അതായത് ഗ്രീഫ്, ഡിപ്രഷൻ പോലെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എണീക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മാനസിക അവസ്ഥ, അതായത് സ്ലീപ്പ് പാരാലിസിസ്, ഹലൂസിനേഷൻ ഒക്കെ പോലെയുള്ള സാഹചര്യം, അതുമല്ലെങ്കിൽ തലച്ചോറിലെ ന്യൂറോണുകളുടെ ചെറിയ മിസ്ഫയറിംഗ് കാരണവും തലച്ചോറ് സ്വയം നിർമ്മിച്ചെടുക്കുന്ന ദൃശ്യങ്ങളാകാം ഇതെന്നാണ്. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ പറയുന്നവരെ ട്രോളാനോ കളിയാക്കാനോ നിൽക്കാതെ അവരുടെ ആ ഒരു അവസ്ഥയെ സഹാനുഭൂതിയോടെ, എമ്പതിയോടെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ട ഒരാൾ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത സങ്കടത്തിൽ ഏതാണ്ട് 30% മുതൽ 60% വരെ ആളുകൾക്ക് മരിച്ച ആളുടെ രൂപമോ ശബ്ദമോ ഒക്കെ അനുഭവപ്പെടാറുണ്ടെന്ന് മെഡിക്കൽ പഠനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെയാണ് സയൻസ് ഗ്രീഫ് ഹലൂസിനേഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ രോഗങ്ങൾ മൂലം മരണത്തോട് അടുക്കുമ്പോൾ തലച്ചോറിലേക്ക് ഓക്സിജന്റെ ഒരു പ്രവാഹമൊക്കെ കുറയുമ്പോഴും ഇത്തരം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആരെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം പറയുമ്പോൾ അവരെ അന്ധമായി വിശ്വസിച്ച് അതീന്ദ്രിയ ശക്തിയാണെന്നും അല്ലെങ്കിൽ എന്താ പറയുക, അതല്ല എന്നൊന്നും ഉറപ്പിക്കേണ്ട. പക്ഷേ അവരെ കളിയാക്കി ചിരിക്കുകയും വേണ്ട. അവരുടെ വികാരങ്ങളെ ഉൾക്കൊണ്ട് കേട്ടിരിക്കുക, എന്നാൽ അതിനെ കൂടുതൽ ശാസ്ത്രീയമായി വീക്ഷിക്കുക. കാരണം മനുഷ്യ മസ്തിഷ്കം എന്ന അത്ഭുത ലോകത്തെക്കുറിച്ച് നമ്മൾ അറിയാത്ത ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്.